കുഞ്ഞുങ്ങൾ എങ്ങനെ ഇനി വളരും? 10 ദിവസം നമ്മളെല്ലാം സങ്കടം പറയും. പിന്നെ ആരാ അതുങ്ങളെ നോക്കുന്നേ? 2 പെൺകുഞ്ഞുങ്ങൾ നല്ല ഇറക്കാന, ഒരു പ്രശ്നവും ഇല്ലാത്ത പിള്ളേരാ. സങ്കടം ഓർക്കാൻ പോലും നല്ല ഇറക്കാന. സത്യം പറഞ്ഞ് ഞങ്ങളുടെയൊക്കെ ഹൃദയം പൊട്ടിപ്പോയെന്ന് വേണം പറയാൻ. ഇത്ര നേരമായിട്ട് എനിക്ക് ആ അതിൽ നിന്നും വിട്ടുമാറാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് സ്നേഹമുള്ള കുഞ്ഞുങ്ങളാ. ദൈവരൂപത്തിലെത്തിയ ആ 3 ഡോക്ടർമാർക്കും ലിനുവിനെ രക്ഷിക്കാനായില്ല. ക്രിസ്മസ് സമ്മാനവുമായി വരുന്ന പപ്പയെ കാത്തിരുന്ന മക്കൾക്ക് പിതാവിന്റെ ചേതനയറ്റ ശരീരമാണ് കാണാനായത്. ഇനി ഞങ്ങൾക്ക് ആരുണ്ട് പപ്പ? കുഞ്ഞുങ്ങളുടെ ആ വാക്കുകൾ കേട്ടുനിന്നവരുടെ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തുന്നതായിരുന്നു. മാറിക്കോട്ടെ മാറിക്കോട്ടെ മാറിക്കോട്ടെ. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഉദയംപേരൂരിൽ വെച്ച് പത്തനാപുരം പുന്നല സ്വദേശി ലിനുവിൻ്റെ ബൈക്ക് അപകടത്തിൽപ്പെട്ടത്. ഈ സമയം അതുവഴി വന്ന 3 ഡോക്ടർമാർ ചേർന്ന് റോഡരികിലെ മങ്ങിയ വെളിച്ചത്തിൽ സാഹസിക ശസ്ത്രക്രിയ നടത്തി ലിനുവിനെ ആശുപത്രിയിലെത്തിച്ചിരുന്നു. ലിനു ജീവിതത്തിലേക്ക് തിരികെ വരുമെന്ന് ഒരു നാടാകെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിത വിയോഗ വാർത്തയെത്തുന്നത്. നല്ല ഇറക്കാന, ഒരു പ്രശ്നവും ഇല്ലാത്ത പിള്ളേരാ 3 പിള്ളേരും. അവരുടെ കുടുംബമേ അതാ. അപ്പനും അമ്മയും എല്ലാവരും എൻ്റെ മോടെ പ്രായമാണ്. സങ്കടം ഓർക്കാൻ പോലും പറയാനെ കൊണ്ടൊക്കത്തില്ല. അവൻ്റെ കാര്യം ഓർക്കുമ്പോൾ നമുക്ക് വിഷമം, സങ്കടം. അയ്യോ, ഹൃദയം പൊട്ടിക്കരിഞ്ഞു. അവനെ കാണുമ്പോൾ തന്നെ ഇപ്പം ഹൃദയം പൊട്ടും. അതുപോലുള്ള നല്ല പിള്ളേരെന്ന് വെച്ചാൽ ഈ ഏരിയയിൽ ഒരു പ്രശ്നത്തിനറിയാം. എന്തായാലും ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവുകയാണെങ്കിൽ അതുങ്ങൾ ആ മതിലിൻ്റെ ഇപ്പുറത്ത് ഇറങ്ങാത്ത കുഞ്ഞുങ്ങളാണ്. ഇവനെപ്പോഴും ഇല്ലല്ലോ ഇവിടെ, ജോലി സ്ഥലത്തല്ലേ. ഇളയവൻ മദ്രാസിൽ, ഏറ്റവും ഇളയവൻ അറ്റംപട്ടത്. എപ്പോഴും അവൻ ബൈക്കിലാണ് പോകുന്നതെന്നാ. ആന്ന് അവൻ ബൈക്കിലാ യാത്ര. കുഞ്ഞുങ്ങളെങ്ങനെ വളരും? അതെന്താ ചിന്തിക്കണ്ടായോ? കുഞ്ഞുങ്ങളെങ്ങനെ ഇനി വളരും? 10 ദിവസം നമ്മളെല്ലാം സങ്കടം പറയും. പിന്നെ ആരാ അതുങ്ങളെ നോക്കുന്നേ? അതിൻ്റെ സാമ്പത്തികമുള്ളവരല്ലല്ലോ. നമ്മളെന്തോ ഒന്നിനും വെളിയിൽ ഇറങ്ങത്തില്ല. അവർ രക്ഷപ്പെടുമെന്ന് ഡോക്ടർമാർ തന്നെ പറഞ്ഞു. ഒരു ജാതിമതമില്ലാതെ അവനെ രക്ഷപ്പെടണേന്ന്. പണ്ട് അർജുനെ വല്ല വണ്ടിയിൽ പോയി മരിച്ചില്ലേ, അതുപോലുള്ള പ്രാർത്ഥന. ഇവൻ നല്ല സ്നേഹമുള്ള കുഞ്ഞാ. എൻ്റെ 2 മക്കളുടെ കൂടെയും നല്ല സ്നേഹമുള്ള കുഞ്ഞുങ്ങളാണ്. അതുങ്ങൾ ഒന്നിനും ആ ഒരു മനുഷ്യനോട് ഒന്നിനും ഒരു വിരോധത്തിന് പോകുന്ന കുഞ്ഞുങ്ങളല്ല. നമ്മളെയൊക്കെ കണ്ട അമ്മയെന്ന് വിളിച്ചാലും ചേച്ചിയെന്ന് വിളിച്ചാലും എല്ലാവരോടും നല്ല സഹകരണവും നല്ല സ്നേഹമുള്ള കുഞ്ഞുങ്ങളാണ്. മറ്റുള്ള ഒരു ദുസ്വഭാവത്തിനും പോകുന്നതല്ല. സത്യം പറഞ്ഞ് ഞങ്ങളുടെയൊക്കെ ഹൃദയം പൊട്ടിപ്പോയെന്ന് വേണം പറയാൻ. ഇത്ര നേരമായിട്ട് എനിക്ക് ആ അതിൽ നിന്നും വിട്ടുമാറാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് സ്നേഹമുള്ള കുഞ്ഞുങ്ങളാണ്. ഞങ്ങളുടെ മക്കളായിട്ട് അവരുമായിട്ട് നല്ല സ്നേഹത്തിലല്ലാതെ ഇന്നുവരെ അത്തുങ്ങളായിട്ട് ഒരു മനുഷ്യനായിട്ട് ഒരു പ്രശ്നം വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഞാൻ സംഭവിച്ചെന്ന് പറഞ്ഞപ്പോൾ അതിനാണോന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു, കുഞ്ഞ് രക്ഷപ്പെടുമല്ലോ എന്നുള്ള ഒരു വെപ്രാളായിരുന്നു. എന്ന് വെച്ചാൽ ഡോക്ടർ പെട്ടെന്ന് ഇങ്ങനെ ഓക്സിജൻ കൊടുത്തൊന്നും ഇതെല്ലാം കേട്ടപ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ രക്ഷപ്പെടുമല്ലോ എന്ന്. അത് കഴിഞ്ഞപ്പം കുഞ്ഞ് പോയെന്ന് കേട്ടപ്പോൾ ഒരു വല്ലാത്തൊരു മാനസികമായിട്ടൊരു പ്രശ്നം പോലെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം അങ്ങനെ മുറ്റത്ത് കണ്ടും കേട്ട് വളർന്ന് സഹകരിക്കുന്ന കുഞ്ഞുങ്ങളല്ലേ. എൻ്റെ മൂത്ത മോൻ്റെയൊക്കെ പ്രായമുള്ള കുഞ്ഞിന് അതിനെ രക്ഷപ്പെടുത്താം എന്നുള്ള ഒരു ധൈര്യം അവർ കാണിച്ചില്ലയോ, ഒരു മനസ്സാക്ഷി അവർ കാണിച്ചില്ലയോ. എന്നിട്ടും ആ കുഞ്ഞെ രക്ഷപ്പെടാതെ പോയത് നമ്മുടെ കുറ്റമല്ലല്ലോ. ദൈവം കൊടുത്ത ആയുസ് അത്രയുള്ളതെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. 2 പെൺകുഞ്ഞുങ്ങൾ, 2 വലിയ ഇതൊന്നും ഇല്ലാത്ത 2 കുഞ്ഞുങ്ങളാണ്. അതാണ് നമുക്ക് എന്ന് വെച്ചാൽ വലിയ സാമ്പത്തികമോ ഒട്ടോ ഒന്നും ഇല്ല. അന്നന്ന് അന്വേഷിച്ച് കൊണ്ടുവന്ന് കഴിയുന്ന ഒരു കുടുംബമാണ് ഞങ്ങൾ എല്ലാവരും. അങ്ങനെ തന്നെ എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കണ്ടും കേട്ടും മിണ്ടിയും പറഞ്ഞും സഹകരിക്കുന്ന കുഞ്ഞുങ്ങളായാലും തള്ളയായാലും എല്ലാവരുമായിട്ട് ഞങ്ങൾ അങ്ങനെ സഹകരിച്ച് വന്ന് മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ല.